നാളെ സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റാണ്, ഒരു സമ്പൂർണ്ണ ബജറ്റാണ്. അപ്പം ഇത്തവണത്തെ ഇനിയിപ്പം തെരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ നിൽക്കുകയാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാനുണ്ട്. അപ്പം ഈ ഒരു ബജറ്റ് ഒരു ജനപ്രിയ ബജറ്റാവും, മത്സ്യത്തൊഴിലാളികൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടാകുമെന്നുള്ളൊരു തോന്നലുണ്ടോ? എന്താ തോന്നുന്നത്? മത്സ്യത്തൊഴിലാളികൾക്ക് ഉപകാരപ്രദമാവുന്ന ഒരു ബഡ്ജറ്റ് കൊണ്ടുവരണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നാളിതുവരെ ബഡ്ജറ്റിൽ ഇവർ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങളൊന്നും നമുക്ക് കിട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ ബഡ്ജറ്റിലൊക്കെ മണ്ണെണ്ണ, ഇവർക്ക് മത്സ്യബന്ധനത്തിന് ആവശ്യമായ മണ്ണെണ്ണ അധികം നൽകുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 1.5 വർഷത്തിൽ കൂടുതലായി അവർ വില കൊടുത്താണ് മണ്ണെണ്ണ വാങ്ങി അവർ യാനങ്ങളിൽ ഉപയോഗിക്കുന്നത്. സർക്കാരിന് കിട്ടേണ്ട മണ്ണെണ്ണ പോലും അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. അപ്പം ഈ ഒരു മണ്ണെണ്ണ മാത്രമല്ലാതെ ഈ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ആവശ്യമോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രതീക്ഷയ്ക്കുണ്ടോ? മണ്ണെണ്ണ നമുക്ക് യാനങ്ങളുടെ ഉള്ളിൽ നമുക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ വേണ്ടിയാണ്. പക്ഷേ മത്സ്യബന്ധനത്തിന് പോകാൻ വേണ്ടി നമുക്ക് അത്യാവശ്യം തീരമാണ്. വലിയതുറ സംബന്ധിച്ച് 5 ലൈൻ 6 ലൈന് വള്ളങ്ങൾ ഇവിടെ അടുക്കി വെച്ചിരുന്ന ഒരു പ്രദേശമാണ് വലിയതുറ മത്സ്യഗ്രാമം. എനിക്ക് തോന്നുന്നു പൂന്തറ കഴിഞ്ഞാൽ ഏറ്റവും വലിയ മത്സ്യഗ്രാമം വലിയതുറയാണ്. പക്ഷേ ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു ലൈൻ വള്ളം പോലും കരയ്ക്ക് പിടിക്കാൻ പറ്റുന്നൊരവസ്ഥയാണ്. അപ്പം ഈ മാറി വരുന്ന സർക്കാരുകൾ വലിയതുറയ്ക്ക് എന്തെങ്കിലും തീരപ്രദേശത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുന്നതല്ലാതെ നാളിതുവരെ ഒരു വികസനം വലിയതുറ എങ്ങനെയാണോ കണ്ടിരുന്നത്, ഞാനെങ്ങനെ കണ്ടോ അതിനേക്കാളും ശോഷിച്ചല്ലാതെ ഒരു വികസനം ഇതുവരെ ഒരു സർക്കാരിനെ കുറ്റം പറയുന്നില്ല, മാറി വരുന്ന സർക്കാരുകൾ. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം നമുക്ക് വലിയതുറ സംബന്ധിച്ച് അടിസ്ഥാനം നമുക്ക് വന്നത് ഇപ്പോൾ പുലിമുട്ടിട്ട് കഴിഞ്ഞാൽ വലിയതുറയിൽ കുറച്ചുകൂടെ മത്സ്യത്തൊഴിലാളികൾക്ക് ഉപകാരപ്രദമാകും എന്ന് തോന്നുന്നു. പക്ഷേ പൂന്തറയൊക്കെ പുലിമുട്ടിട്ട് വേണ്ട ഇപ്പോഴും പെട്രോപ്പാട് ഉപയോഗിച്ച് പുലിമുട്ട് നീട്ടുന്നു. പൂന്തറയൊക്കെ ചെയ്യുന്നുണ്ട്, ഭീമാവള്ളി ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് വലിയതുറ ഇവരങ്ങനെ അവഗണിക്കുന്നു എന്നുള്ള കാര്യം നമുക്കിതുവരെ അറിയത്തില്ല. അപ്പം മറ്റെന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഈ കുറച്ച് കാലങ്ങളായിട്ട് നേരിടുന്നത്? ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നേരിടുന്നതെന്ന് വെച്ചാൽ നമുക്ക് തീരശോഷണം തന്നെയാണ്. നമ്മുടെ ഒരു 5 ലൈൻ വീടുകളൊക്കെ പോയി, എല്ലാവർക്കും അറിയാം. അവർക്ക് ഭവനങ്ങളില്ലാതെ നമ്മുടെ ഈ ഗോഡൗണിലൊക്കെയാണ് താമസിച്ചത്. സർക്കാരായിട്ടുള്ള യുദ്ധങ്ങൾ നിങ്ങൾ കണ്ടു കാണും. ഈ സർക്കാരും പറയുന്നത് അത് തന്നെയാണ്, ഇവർക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കും, ഫ്ലാറ്റുകൾ നിർമ്മിച്ചു കൊടുക്കണമെന്ന് പറയുന്നു. 165 ഫ്ലാറ്റ് നിർമ്മിച്ചു കൊടുത്തുള്ളത് തന്നെയാണ്, സത്യമാണ്. പക്ഷേ പണ്ട് ഇവർ ചെറ്റ വീട്ടിൽ സമാധാനമായിട്ടാണ് തുടങ്ങിയത്. അതിനകത്ത് എന്ന് പൊളിഞ്ഞു വീഴും എന്നുള്ളൊരു അവസ്ഥയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഡയറക്റ്റ് വെച്ച് ചോദിക്കുക, അവർ സമാധാനമായിട്ടാണ് കിടന്ന് ഉറങ്ങുന്നതെന്ന്. ഒരിക്കലും അവർ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങുന്നില്ല. ഇവിടെ ചെറ്റ വീട്ടിലെ കിടന്നപ്പോൾ അവർ സമാധാനമായിട്ടല്ല കിടന്നുറങ്ങിയത്. അത് എന്ന് പൊളിഞ്ഞു വീഴും എന്ന് പറഞ്ഞ് പേടിച്ചായിരിക്കുന്നത്. അത് എത്ര കാലം മുന്നേ നൽകിയൊരു പ്രൊജക്റ്റ് ആയിരുന്നു അത്? ഇത് ഫ്ലാറ്റ് വന്നിട്ട് 4 വർഷം 5 വർഷമായെന്ന് തോന്നുന്നു. ഇപ്പോൾ വീണ്ടും അടുത്ത ഫ്ലാറ്റോടെ പണിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പം ബാക്കി ഈ ഗോഡൗണുകളിലും മറ്റ് വാടക വീടുകളിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്. അപ്പം ഇവിടെ ഇപ്പം ഈ തീരശോഷണം നേരിട്ടതിന് ശേഷമുണ്ടായ ഫ്ലാറ്റ് നിർമ്മാണമാണ്. അതിനുശേഷം ആ ഫ്ലാറ്റ് ഇപ്പോൾ ഒരു 4-5 വർഷത്തിനിടയിൽ അതിനൊരു കെട്ടുറപ്പില്ല എന്നാണ് അപ്പോൾ പറയുന്നത്. തീർച്ചയായിട്ടും അവിടെ താമസിക്കുന്നവർക്ക് ഇപ്പം പുതിയ ഫ്ലാറ്റ് നിർമ്മിക്കുന്നുണ്ട്. അവിടെ പോകാൻ ആർക്കും സന്നദ്ധരല്ല. അവർ ഫ്ലാറ്റ് അവർക്ക് വേണ്ട എന്നാണ് അവർക്ക് സ്ഥലങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ വീട് വെച്ചെടുത്തോളാം എന്നുള്ളതാണ് ആൾക്കാർ പറയുന്നത് നമുക്ക് കേൾക്കുന്നത്. ഞാനത് കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ നിർമ്മാണമാണ് അവിടെ നടക്കുന്നത്. ഈ ഒരു ഇത്തവണത്തെ ബജറ്റിൽ വിഴിഞ്ഞത്തിന് വേണ്ടിയിട്ട് പ്രത്യേക പാക്കേജുകളും ഒക്കെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അപ്പം അത്തരമൊരു ഇത് വരാണെങ്കിൽ ഒരു പക്ഷേ മത്സ്യത്തൊഴിലാളികൾക്ക് അതൊരു ഉപകാരമായിട്ട് വരുമെന്ന് തോന്നുന്നു. ഒരിക്കലില്ല. വിഴിഞ്ഞത്ത് നിങ്ങൾ ബഡ്ജറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം കേന്ദ്ര സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ ഞാനത് കറക്റ്റായിട്ട് വായിച്ചില്ല. നമ്മുടെ ഷിപ്പുകളുടെ നിർമ്മാണ സാധനങ്ങൾക്കൊക്കെ വില കുറയ്ക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചോദിച്ചു കഴിഞ്ഞാൽ അത് പോർട്ടുകാർക്ക് മാത്രമേ അതിന് ബെനിഫിറ്റ് ഉള്ളൂ. മത്സ്യത്തൊഴിലാളികൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിലുള്ള ബഡ്ജറ്റ് വന്ന് അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നാൽ അവർക്ക് ഉപകാരപ്രദമാകും. ഒരു ബഡ്ജറ്റിനെ പറ്റി മറ്റ് പ്രതീക്ഷകൾ എന്താണ്? ഇപ്പം തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ പുതിയൊരു വാഗ്ദാനങ്ങൾ എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ടെന്നാണോ, അതോ എല്ലാ തവണത്തെയും പോലെ വലിയ പ്രതീക്ഷകളില്ല, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒന്നും നടക്കാൻ പോകുന്നില്ല? എന്താ തോന്നുന്നത്? ബഡ്ജറ്റിൽ വാഗ്ദാനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. എപ്പോഴും നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ സംബന്ധിച്ച് നമ്മുടെ തീരദേശ മേഖലയാണ് വോട്ടിൻ്റെ ഒരു ബാങ്ക് എന്ന് പറയുന്നത്. പലരും ജയിക്കുന്നത് തോക്കുന്നത് നിർണ്ണയിക്കുന്നത് തന്നെ നമ്മുടെ തീരദേശത്തെ വോട്ടുകൾ എണ്ണുമ്പോഴാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്തെങ്കിലും അവർ വാഗ്ദാനങ്ങൾ നൽകും. പക്ഷേ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് വേണ്ടത്. വലിയതുറ പാലം, ആ പാലം പൊളിഞ്ഞിട്ട് ഒരുപാട് കാലങ്ങളായി. ഇപ്പോൾ ബജറ്റിൽ എന്തായാലും പാലത്തെ സംബന്ധിച്ച് വിവരങ്ങളൊന്നും ഇല്ലെങ്കിലും ആ പാലം വലിയൊരു പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണല്ലോ. എന്താണ് പാലത്തിനെ പറ്റിയുള്ള ഒരു നിലപാടെന്താണ്? ഈ വലിയതുറ പാലം എന്ന് പറഞ്ഞാൽ വലിയതുറ പാലത്തെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയതുറ പാലം
വലിയതറക്കാർക്കും മറ്റ് അതിന് ചുറ്റിലുള്ള പ്രദേശത്തുള്ള തീരദേശവാസികൾക്കെല്ലാം വളരെ ഉപയോഗപ്രദമായ ഒരു കാര്യമായിരുന്നു. സംഭവം മൺസൂൺ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നമുക്ക് ഇതുവഴി നമുക്ക് കടലിലോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതുവഴി പോയാണ് മത്സ്യത്തൊഴിലാളികൾ ഉള്ളിലോട്ട് ചാടി മത്സ്യബന്ധനത്തിന് പോകുന്നത്. പക്ഷെ അത് ഈ പാലം ഇങ്ങനെ ആ അവസ്ഥ ആയതുകൊണ്ട് എനിക്കൊരു ഒരു 10, 100, 150 കുടുംബങ്ങളുടെ വയറ്റത്തടിച്ച കണക്കായിപ്പോയി. പക്ഷേ പല രാഷ്ട്രീയക്കാരും മന്ത്രിമാരും MLA മാരും MP മാരും കേന്ദ്രത്തിൻ്റെ മന്ത്രിമാർ വരെ വന്നു ഞങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ ഈ പാലത്തിൻ്റെ പഴയ അവസ്ഥയിൽ എത്തിക്കാമെന്ന് പറഞ്ഞതല്ലാതെ നാളിതുവരെയായിട്ട് അതിലൊരു കല്ല് പോലും വച്ച് കെട്ടാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അടിസ്ഥാനപരമായിട്ട് എന്താണ് വലിയതുറയുടെ ഒരു ആവശ്യമെന്ന് പറയാനുള്ളത്? അടിസ്ഥാനപരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയതുറ മത്സ്യത്തൊഴിലാളികൾക്ക് സുരക്ഷിതമായിട്ട് കടലിലോട്ട് പോകാനും അവർക്ക് തിരിച്ചു വരാനും ആവശ്യകരമായ പുലിമുട്ടായിരുന്നാലും ശരി, മിനി ഹാർബറായിരുന്നാലും ശരി, എന്തായാലും അവർക്ക് സുരക്ഷിതമായി മത്സ്യബന്ധനം ചെയ്ത് തിരിച്ച് കരയിലോട്ട് വരാനുള്ള ഒരു സംവിധാനം ഒരുക്കി കൊടുക്കേണ്ടത് നമ്മുടെ സർക്കാരിൻ്റെ കടമയാണ്. അതിന് ഉപകാരപ്രദമാവുന്ന എന്തെങ്കിലും ബഡ്ജറ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ വളരെ സന്തോഷകരമായിരിക്കും എന്നുള്ളതാണ്.